എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ ഓർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക, രണ്ടിൽ ഒന്ന് തൊടുക, ഉടൻ ഒരു ശുഭവാർത്ത കേൾക്കാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പൂച്ച എന്ന ഫയലിനെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിൽ ഒരുപാട് ക്ഷമിച്ച് നിന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പോലും പലപ്പോഴും സാധിച്ചിരുന്നില്ല. എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി ജീവിച്ചു പോയൊരു വ്യക്തിയാണ് നിങ്ങൾ. അത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെല്ലാം നിങ്ങളെല്ലാം സഹിച്ച് സ്നേഹിക്കുന്നവരുടെ പുറകെ യാതൊരു പരിഭവമില്ലാതെ കടന്നു പോയൊരു വ്യക്തിയാണ്. തന്നെ സ്നേഹിക്കുന്നവർ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും എന്നെങ്കിലും ഒരിക്കൽ തന്നെ തിരിച്ച് സ്നേഹിക്കും എന്നുള്ള വിശ്വാസത്തിൽ, എന്നുള്ള ആഗ്രഹത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം അതിജയിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് സാധിച്ചു. ചെറുതും വലുതുമായ നഷ്ടബോധങ്ങൾ, വേദനകൾ, അതെല്ലാം സഹിച്ച് നിലനിന്നത് ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരുന്നു. ജീവിതം നിങ്ങൾക്ക് സമ്മാനിച്ചത് ദുഃഖങ്ങളും ദുരിതങ്ങളും ആയിരുന്നിട്ടും ആ ജീവിതത്തെ തള്ളിപ്പറയാതെ മുന്നോട്ട് പോയി. എന്നും ക്ഷമിച്ച് ആരോടും പരിഭവം പറയാതെ ഇഷ്ടപ്പെടുന്നവരുടെ പുറകെ സഞ്ചരിച്ചു പോയൊരു ജീവിതം. പലപ്പോഴും മറ്റു പലരും നിങ്ങളെ കളിയാക്കി, ഒന്നും നേടിയില്ലല്ലോ, ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിലത് മനസ്സിലായിരിക്കുന്നു. എൻ്റെ ജീവിതം എനിക്ക് ഒന്നും ഇതുവരെ നൽകിയില്ലല്ലോ എന്നുള്ള ഒരു പരിഭവം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ പരിഭവപ്പെടേണ്ട. നിങ്ങളിലേക്ക് ഐശ്വര്യവും നിങ്ങളിലേക്ക് ഉന്നതിയും തീർച്ചയായിട്ടും എത്തും. നിങ്ങളിലേക്കെത്തുന്ന ആ ഉന്നതിയെ, നിങ്ങളിലേക്കെത്തുന്ന ഐശ്വര്യത്തെ തടയാൻ ആർക്കും സാധിക്കില്ല. ഒരു ശുഭവാർത്ത ഉടനെത്തും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് സാധിക്കുന്ന തലത്തിലേക്കെത്തും. സമ്പൂർണമായ ഒരു സമൃദ്ധി നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകാൻ പോകുന്നു. അതായിട്ട് ഈ ഫയൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങാണ്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം മറ്റുള്ളവരോട് അപ്പോൾ തന്നെ, പ്രത്യേകിച്ച് വിശ്വസിക്കുന്നവരോട് അപ്പോൾ തന്നെ പറയുന്ന ഒരു സ്വഭാവത്തിനുടമയായിരുന്നു നിങ്ങൾ. ഒന്നും മറച്ചു വച്ചില്ല. തനിക്ക് തോന്നിയതെന്തും മറ്റുള്ളവരോട് അതേപടി നിഷ്കളങ്ക സ്വഭാവത്തോടെ പറഞ്ഞു. നിങ്ങൾക്ക് ആരെയും വിശ്വാസക്കുറവുണ്ടായിരുന്നില്ല, ആരെയും ഇഷ്ടക്കുറവുണ്ടായിരുന്നില്ല. പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ ചതിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു. മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കുകയായിരുന്നു. അവർക്ക് നിങ്ങൾ ഒരു ഉപകരണമായിരുന്നു. അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായി, അവരുടെ കാര്യങ്ങൾ ചെയ്തു കിട്ടാനായി നിങ്ങളെ ഉപകരണമാക്കാനാണ് അവർ ശ്രമിച്ചത്. അവരാരും നിങ്ങളോട് നന്ദി കാണിച്ചില്ല. അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക, അവർക്ക് ചില ഉപകരണങ്ങളാക്കി നിങ്ങൾ ഉപയോഗിക്കുക, അത് മാത്രമാണ് അവർ ചെയ്തത്. പക്ഷെ നിങ്ങളെ സ്നേഹിച്ചവരെ അവർക്ക് വേണ്ടി നിങ്ങൾ അവഗണിച്ചിട്ടുണ്ട് മുൻപ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറ്റബോധത്തോടെ അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചവർ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ആത്മാർത്ഥത കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളെ ഏറ്റവും നന്നായിട്ട് വഞ്ചിക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ വഞ്ചന കൊണ്ട് അവർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങൾ വെറുപ്പിച്ചു. അവരെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. മനസ്സത്രയും മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും കൃത്യമായി അറിയാൻ കഴിയാതെ നിങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ
നിങ്ങൾക്ക് ചില ബോധ്യങ്ങളുണ്ടായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാത്തിനെയും കുറിച്ച് കൃത്യമായ ധാരണ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഒരിക്കലും മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളെ സ്നേഹിച്ചവരെ നിങ്ങൾ അവഗണിച്ചത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചിലർ നിങ്ങളെ വഞ്ചിച്ചത് കൊണ്ടാണ്. അവരുടെ ആ മോഹവലയത്തിൽപ്പെട്ടാണ്. പക്ഷെ അവസാനം അവർ നിങ്ങളെ യഥേഷ്ടം വഞ്ചിച്ചപ്പോൾ നിങ്ങൾ ആദ്യം ഓർത്തത് നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിച്ചവരെക്കുറിച്ചാണ്. അവർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അവരോട് ചെയ്തതിൻ്റെ പാപം നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പോകില്ല എന്ന് കരുതുമ്പോഴാണ്, അല്ലെങ്കിൽ അവർക്കൊപ്പം ഒരു ജീവിതം ഇനി ഉണ്ടാകില്ലെന്ന് കരുതുമ്പോൾ അവർ തിരിച്ചു വരികയാണ്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. നിങ്ങൾ വേദനിപ്പിച്ചവർ മാപ്പ് നൽകിക്കൊണ്ട് നിങ്ങളോടൊത്ത് ചേരുന്നു. അതിലും വലിയ സൗഭാഗ്യം നിങ്ങൾക്കുണ്ടോ? ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.